ഇന്ത്യൻ സിനിമാ പ്രേമികൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന ആ ബ്രഹ്മാണ്ഡ ചിത്രം റിലീസായിരിക്കുകയാണ്. കൽക്കി 2898 AD. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ അങ്ങനെ തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെ ഒന്നിച്ച നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് കൽക്കി 2898 AD എന്ന് പറഞ്ഞ ചിത്രം. ചിത്രം കണ്ടിരിക്കുകയാണ്. പാലക്കാട് വി സിനിമാസ് ദേവി ദുർഗ തിയേറ്ററിൽ നിന്നാണ് ഞാൻ കണ്ടത്. കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോ ഷായ്. നീണ്ട 4 വർഷത്തെ ചിത്രീകരണത്തിന് ശേഷം നാഗ് അശ്വിൻ്റെ സംവിധാനത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൽക്കി 2898 AD എന്ന് പറഞ്ഞ ചിത്രം. ചിത്രം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ കൊണ്ട് തന്നെ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുകയും ഒരുപാട് ആകാംക്ഷ കൂട്ടുകയും ചെയ്തിരുന്നു. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ, ദുൽഖർ സൽമാൻ അങ്ങനെ തുടങ്ങിയൊരു വലിയ താരനിര തന്നെ ഒന്നിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചിലവേറിയ സിനിമ, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ചിലവാക്കിയ ചിത്രമാണ് കൽക്കി എന്ന് പറയുന്ന ചിത്രം. ഇന്ത്യൻ പ്രേക്ഷകർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ചിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും കൽക്കിനെ കുറിച്ച്. കാരണം കോമിക്കോൺ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരെ ശ്രദ്ധിക്കപ്പെടുകയും അവിടെ ഒരു സ്പേസ് ലഭിക്കുകയും ചെയ്ത ഒരു ഇന്ത്യൻ ചിത്രമാണ് കൽക്കി എന്ന് പറയുന്ന ചിത്രം. അങ്ങനെ ഒരുപാട് ശ്രദ്ധകൾ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളോടുകൂടി, ഒരുപാട് പ്രതീക്ഷയോടുകൂടി തിയേറ്ററിലേക്ക് വന്ന ഒരു സിനിമയാണ് കൽക്കി എന്ന് പറയുന്നത്. മഹാഭാരതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഇന്ത്യൻ ഹിന്ദു മിത്തോളജിയുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ പുലർത്തുന്ന കൽക്കി എന്നുള്ളൊരു അവതാരം, മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിലെ ഏറ്റവും അവസാനത്തെ അവതാരമായ കൽക്കിയുടെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മിത്തും കാര്യങ്ങളും അതുപോലെ തന്നെ മഹാഭാരതമായിട്ടുള്ള ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ട്രെയിലർ കണ്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം അതെല്ലാം വെച്ചുകൊണ്ട് ഒരു ഫ്യൂച്ചർ യുഗത്തിൽ നടക്കാൻ പോകുന്ന ഒരു ഇവൻറ്റിനെ കുറിച്ചാണ് ഈ ചിത്രം സംസാരിക്കുന്നത് തന്നെ. ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദൃശ്യ വിസ്മയമായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇന്ത്യൻ സിനിമയിൽ ഇത്തരത്തിലൊരു ചിത്രം ഉണ്ടാകുക, അത് ഇത്തരത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ചിത്രം വരിക, അതും ബോറടിപ്പിക്കാതെ കല്ലുകടിയില്ലാതെ ആദ്യം മുതൽ അവസാനം വരെ ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട്, നല്ലൊരു അത്ഭുതപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരുപാട് ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു പ്ലോട്ടിനെ എടുത്ത് വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച ഒരു ഗംഭീര ചിത്രം എന്ന് തന്നെ പറയാൻ പറ്റും കൽക്കി 2898 AD എന്ന് പറയുന്ന ചിത്രം. എന്തുകൊണ്ട് അത്ര മികച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് VFX വർക്കാണ്. മികച്ച രീതിയിൽ ഒരു സ്ഥലത്ത് പോലും ഒരു മോശം അഭിപ്രായം ഉണ്ടാവാത്ത രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിനെ നാഗ് അശ്വിൻ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് ഓരോ ആൾക്കാർക്കും കൊടുക്കേണ്ട കഥാപാത്രങ്ങളെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും അവരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ഹെവി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്, അത് ഫ്യൂച്ചർ ടൈമിൽ നടക്കുന്നതാണ്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് 2898 എന്ന് പറഞ്ഞൊരു വർഷത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വർഷത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അതിനെയെല്ലാം റെപ്രസെൻ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഹിന്ദു മിത്തോളജീനെ എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമോ, അതോ എത്രത്തോളം ഇമ്പാക്റ്റ് ഈ കഥയിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ അതിനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് സ്ക്രീൻ പ്ലേയിൽ അത് കൊണ്ടുവരാനും അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും അവർക്ക് സാധിച്ചുകൊണ്ട് തന്നെ ഒരു നല്ലൊരു അനുഭവം തരുന്ന അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചിത്രമായിട്ട് മാറിയിട്ടുണ്ട് കൽക്കി 2898 AD. ചിത്രത്തിന് ഒന്നാമത് പോസിറ്റീവായിട്ട് എടുത്ത് പറയേണ്ടത് നാഗ് അശ്വിൻ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ മേക്കിങ്ങും അതിൻ്റെ സ്ക്രീൻ പ്ലേയും മേക്കിങ്ങും വിഷനും തന്നെയാണ്. ഒന്നും പറയാനില്ല. ഇത്തരത്തിൽ നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വിഷൻ കാണുക, അതും ഇത്ര വലിയൊരു ബഡ്ജറ്റ് കയ്യിൽ വന്നിട്ട് അതിനെ ഒരു മോശമാക്കാതെ അതിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തിയേറ്ററിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ അതിനെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ആദിപുരുഷൻ എന്നൊക്കെ പറയുന്ന സിനിമ ഓം റാവുത്ത് ഒക്കെ ചെയ്ത് നശിപ്പിച്ച് വെച്ച നമ്മൾ ചരിത്രം കണ്ടിരുന്നു പ്രഭാസിനെ വെച്ച്. എന്നാൽ ഇവിടെ പ്രഭാസിനെ കൊണ്ടുവന്ന് പ്രഭാസിനെ മാത്രമല്ല ഇത്രയും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൾക്കാരായിട്ടുള്ള അമിതാഭ് ബച്ചനെയും കമൽഹാസനെയൊക്കെ ഒരേ സ്ക്രീനിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. അത് വളരെ മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഈ പുരാണത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം മികച്ച രീതിയിൽ അതിനെ കഥയുമായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത്
അത് കൂടാതെ ഒരു എക്സ്ട്രാ ഫാക്ടർ എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ എന്ന് മഹാഭാരതം സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രേക്ഷകരാണ് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ. അത്രയും വലിയൊരു എപ്പിക് സാധനം, എപ്പിക് കഥയാണ് ശരിക്കും ഒരു മഹാഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ന് സ്ക്രീനിൽ, വലിയ സ്ക്രീനിൽ ഒരു ഭയങ്കരമായി കാണാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നിൽക്കുമ്പോൾ തന്നെ ചെറിയൊരു പാർട്ട് ഇതിൻ്റെ അകത്ത് കാണിച്ച് അതിൽ നമ്മളെ ഗൂസ് ബംസ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നാഗശ്വിൻ ഇതിനു മുമ്പ് ചെയ്ത ഒരു സിനിമ എന്ന് പറയുന്നത് കീർത്തി സുരേഷിന് നാഷണൽ അവാർഡ് മേടിച്ചു കൊടുത്ത മഹാനടി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അന്നേ പുള്ളിയുടെ കഴിവ് പുള്ളി തെളിയിച്ചതാണ്. പുള്ളി ഇവിടെയും കിട്ടിക്കിട്ടുണ്ട്. സൂപ്പർ. പിന്നെ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ക്യാമറ വർക്ക് ആൻഡ് VFX വർക്കാണ്. ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്, പുള്ളിയുടെ പേര് എനിക്ക് എത്ര വായിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല, അത്യാദ്യം ഒരു പേരാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്തായാലും ഞാൻ ടൈപ്പ് ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു VFX സൂപ്പർവൈസർ കൂടിയാണ്. അതുകൊണ്ട് ഷോട്ടുകൾ വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു VFX വർക്കിൽ ഇത്രത്തോളം സാധനങ്ങൾ ചെയ്യാൻ സാധിക്കില്ല, ഇത്രത്തോളം സ്പേസുകൾ വേണമെന്നും ഇത്രത്തോളം ഷോട്ടുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ VFXൽ അത് ഗുണം ചെയ്യും എന്നുള്ളത് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ, ഒരു സൂപ്പർവൈസർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിലാണ് ഇതിനെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്യാമറ മൂവ്മെൻറ്റ്സിലാകട്ടെ ഒന്നും ഒരിടത്തും ഒരു മോശമായിട്ടുള്ളൊരു ഫീലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാത്ത രീതിയിൽ ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാമറ വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക്കാണ്. സന്തോഷ് നാരായണനാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഗംഭീരം എന്ന് തന്നെ പറയാം. ആദ്യം മുതൽ അവസാനം വരെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടാകട്ടെ, അതിൻ്റെ ഒരു തീം മ്യൂസിക് വന്നിട്ടുണ്ടായിരുന്നു, കൽക്കി തീം മ്യൂസിക്. സൂപ്പറായിട്ട് അതിനെ അത് നല്ലൊരു ഫീല് നൽകുന്നുണ്ടായിരുന്നു. ഓരോരോ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നല്ലൊരു ഫീല് നമുക്ക് പ്രേക്ഷകരിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മ്യൂസിക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഗംഭീര വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മഹാഭാരതം ഞാൻ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കഥകളെല്ലാം ഞാൻ കേട്ടറിവും പിന്നെ മഹാഭാരതം എന്ന് പറഞ്ഞ സീരിയലും കണ്ടിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ചെറുപ്പത്തിൽ ഒരുപാട് കഥകൾ, ഇപ്പം ദ്രോണാചാര്യനെ കുറിച്ചാകട്ടെ, ഭീഷ്മരെ കുറിച്ചാകട്ടെ, അല്ലെങ്കിൽ അശ്വത്ഥാത്മാവിനെ കുറിച്ചാകട്ടെ, ഇവരെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നൊരു കഥയെക്കുറിച്ച് ചെറിയൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ എനിക്കൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെന്ന് തന്നെ പറയാൻ സാധിക്കും. അശ്വത്ഥാത്മാവിന് കൃഷ്ണനിൽ നിന്നും അശ്വത്ഥാത്മാവ് ചെയ്ത ഒരു തെറ്റ് കാരണം അതിന് ഒരു ശാപം കിട്ടുകയും തുടർന്ന് ഒരു മരണമില്ലാത്ത ഒരു കാലഘട്ടം ജീവിക്കേണ്ടി വരികയും തുടർന്ന് കൽക്കി അവതാരം പിറക്കുമ്പോൾ അതിനുവേണ്ടി അദ്ദേഹം നിലകൊള്ളണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ശാപം കിട്ടുക. അപ്പോൾ ആ ശാപവും പേര് നടക്കുന്ന അശ്വത്ഥാത്മാവാണ് നമ്മുടെ അമിതാഭ് ബച്ചൻ. അപ്പോൾ അമിതാഭ് ബച്ചൻ എങ്ങനെ, ദീപിക പദുക്കോൺ ആണ് ഈ നമ്മുടെ കൽക്കിനെ പ്രസവിക്കാൻ പോകുന്ന അമ്മ. അപ്പോൾ അവരെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ബേസ്. കഥ ഇത്ര മാത്രമാണ്. അപ്പോൾ അതിലേക്ക് പ്രഭാസ് എന്ന് പറയുന്ന, ഭൈരവ എന്ന് പറയുന്ന കഥാപാത്രം എന്ത് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ കമൽഹാസൻ എന്താണ് ഈ ചിത്രത്തിൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാക്കി സർപ്രൈസ് എന്ന് പറയുന്നത്. ട്രെയിലറിൽ ഇത് മാത്രമാണ് ശരിക്കും റിവീൽ ചെയ്തിട്ടുള്ളത്. ബാക്കി എന്താണെന്നുള്ളത് തിയേറ്ററിൽ തന്നെ പോയി കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരുപാട് സർപ്രൈസ് എലമെൻറ്റുകൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു ഞെട്ടൽ, ഇവർ ഈ ചിത്രത്തിലുണ്ടോ, ഇവർ ഈ ചിത്രത്തിലുണ്ടോ എന്നൊക്കെ ഒരു തോന്നുന്ന രീതിയിൽ ഒരുപാട് ക്യാമിയോ അപ്പിയറൻസുകൾ ചിത്രത്തിലുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും പെർഫോമൻസുകളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവരുടെ ക്യാരക്ടറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രഭാസ് ആസ് യൂഷ്വൽ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കമൽഹാസൻ വന്ന 2-3 സീനുകളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഗംഭീര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, ഗംഭീര ഒരു ത്രില്ല് തരുന്ന രീതിയിലാണ് അതിനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അമിതാഭ് ബച്ചൻ ഒന്നും പറയാനില്ല. ആദ്യം മുതൽ അവസാനം വരെ കയ്യടി മൊത്തം കൊണ്ടുപോയത്, പ്രഭാസിനേക്കാൾ കൂടുതൽ കയ്യടി കൊണ്ടുപോയത് അമിതാഭ് ബച്ചനാണ്. അത്ര മികച്ച രീതിയിൽ ആ കഥാപാത്രത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം അത്രയുള്ളൊരു കഥാപാത്രമാണ്. ആദ്യം മുതൽ അവസാനം വരെയും കയ്യടി കൊണ്ടുപോകുന്നുണ്ട്. ഇതിലേറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിശ പട്ടാണിയുടെ ഒരു കാസ്റ്റിങ് എനിക്ക് ഒട്ടും താല്പര്യപ്പെടാത്ത ഒരു കാസ്റ്റിംഗ് ആയിട്ട് എനിക്കത് തോന്നി. കാരണം ഒരാവശ്യമില്ലാത്തൊരു കഥാപാത്രമായിരുന്നു. അവർ വന്നിട്ടാണ് കുറച്ചും കൂടി ലാഗ് അടുപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കെന്തോ അത് മിസ്മാച്ച് ആയിപ്പോയി പടത്തിൽ. അതുപോലെ തന്നെ ദുൽഖർ സൽമാന് കൊടുത്ത ഒരു റോളുണ്ട്, അതും എനിക്ക് ഒരു അരോചകമായി തോന്നി. ദുൽഖറിനെ കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ആ റോൾ വേറെ ആർക്കും വേണേൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇനി ഇൻ കേസ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ഫ്യൂച്ചറിൽ ആ റോള്, ആ കഥാപാത്രം തിരിച്ചു വരാനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എന്തായാലും തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചിത്രം തന്നെയാണ് കൽക്കി എന്ന് പറഞ്ഞ ചിത്രം. ഒരു ക്ഷമയോടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് പുരാണവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും സാധിക്കും. ഒരു നല്ലൊരു ഇമ്പാക്റ്റോട് കൂടി അല്ലെങ്കിൽ ഒരു അത്ഭുതത്തോടു കൂടി ചില സീനുകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. എല്ലാത്തരം മതഗ്രന്ഥങ്ങളിലും പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട്, അവസാനം ഒരു പിറവി ഉണ്ടാകും, ഒരു അന്തിക്രിസ്തു വരും, ഒരു ജഡ്ജ്മെൻ്റൽ ഡേ വരും, അതുപോലെ തന്നെ ഒരു കലിയുഗം, ആ ഒരു കൽക്കിയുടെ ഒരു അവതാരം ഉണ്ടാകും എന്ന് എല്ലാ മതഗ്രന്ഥങ്ങളിലും അത് അതിൻ്റേതായ രീതിയിൽ ചെറിയൊരു പേര് വ്യത്യാസങ്ങളിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഒരു യുഗപുരുഷൻ്റെ അവതാരം ഉണ്ടാകാൻ പോകുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.